നമസ്കാരം കൂട്ടുകാരെ. കോവയ്ക്കാത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നല്ല കേട്ടോ പറയാൻ പറ്റുന്നത്. എന്നെ പോലുള്ള 90s ഓർമ്മയിൽ കോവയ്ക്ക എന്ന് പറയുന്നത് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ. വെളിച്ചെണ്ണ പൊട്ടി വാട്ടിയെടുത്ത തൂശം വാഴയിൽ അമ്മ തന്നുവിടുന്ന പൊതിച്ചോറിന്റെ മൂലയിൽ മിക്കപ്പോഴും കോവയ്ക്ക തോരനോ കോവയ്ക്കോ മെഴുക്കുവരട്ടിയോ കാണും. വീടിന്റെ മുറ്റത്തെ പന്തലിൽ കോവയ്ക്ക തിമിർത്ത് കിടന്ന കാലം അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? സാമ്പാറിന് കഷ്ണങ്ങൾ തികഞ്ഞില്ലെങ്കിൽ അമ്മ നേരെ മുറ്റത്തെ കോവലിന്റെ പന്തലിലോട്ട് 5 or 6 പൊട്ടിക്കുന്നു, സാമ്പാർ റെഡി. ഇത് തന്നെയാണ് അവിയലിനും അവസ്ഥ. കോവയ്ക്ക ഒത്തിരി പറിക്കുന്ന ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിലും ബന്ധുക്കൾക്കും കൊടുക്കണമെന്നുള്ള ഒരു പ്രകൃതിയുടെ നിയമമാണ് കേട്ടോ. അന്നേ ദിവസം അടുത്ത വീട്ടിൽ നിന്ന് വേറൊരു കറിയുടെ മണം അടിക്കണ്ട എന്നുള്ളതാണ് എന്റെ മറ്റൊരു ആശ്വാസം. ഇപ്പോഴത്തെ തലമുറ കോവയ്ക്ക ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മധുമേഹ ശമനി എന്ന ഓമനപ്പേരി അറിയപ്പെടുന്ന കോവയ്ക്ക നിങ്ങൾ കഴിക്കുന്ന ചില ഫുഡുകളുടെ കൂടെ കിട്ടുന്ന സോസുകളില്ല. ഈ സോസുകളിൽ ബോട്ടിൽഡ് ജെർക്കിൻസ് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കോവയ്ക്ക ഇഷ്ടപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് you so much.